എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ഗീ സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡാമന്തക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ പുതുക്കുമോ? അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം അടുത്ത സീസണിൽ തുടരുമോ? ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദിമിത്രിയോസ് ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റ് ആണ്. ദിമിത്രിയോസിന്റെ ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിക്കാറായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഫ്രീ ഏജന്റ് ആണെന്നാണ് ഇന്ന് മാർക്കസ് മൊർഗലാവോ വ്യക്തമാക്കിയത്. എന്നിരുന്നാലും താരത്തിന് മറ്റ് ഐഎസ് ക്ലബ്ബുകളുടെ ഓഫറുണ്ട്. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ നിലവിലെ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം സ്വീകരിച്ചാൽ മാത്രമേ താരം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹം അത് സ്വീകരിക്കാൻ സാധ്യതയില്ല. അങ്ങനത്തെ കുറേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സാലറിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തന്നെയാണ് താരത്തിനെ ഇപ്പോഴും വലയ്ക്കുന്നത്. താരം ആവശ്യപ്പെടുന്ന അത്രയും സാലറി നൽകാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുന്നില്ല. ഇത് തന്നെയാണ് താരം ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കാൻ ഒരു മടി കാണിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ദിമി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമോ എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആകുലതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദിമിയെ എന്ത് വിധേനയും നിലനിർത്തുക തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചെയ്യേണ്ടത്. കാരണം ഈ സീസണിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ഈ സീസണിൽ ഒന്നാമത് നൽകുന്ന താരമാണ് ദിമി. അതുകൊണ്ട് തന്നെ ദിമിയുടെ ആവശ്യം ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലുണ്ട്. അതുകൊണ്ട് തന്നെ ദിമി, ലൂണ, നോവ സദോയ് കൂട്ടുകെട്ട് അടുത്ത സീസണിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. അതുകൊണ്ട് തന്നെ ദിമിയെ നിലനിർത്തണമെന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നടത്തുന്നത്. എന്തായാലും ദിമിത്രിയോസിനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ദിമിത്രിയോസ് ഡാമന്തക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏകദേശം 40% മാത്രമേ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. 60% നിലനിൽക്കാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.